ഹലോ ഫ്രണ്ട്സ്, അപ്പം ഞാൻ ഇപ്പോൾ ബീഹാറിൻ്റെ തലസ്ഥാനമായ പാറ്റ്നയിലുള്ള പറ്റ്ന എന്നാ പറയാം കേട്ടോ. പറ്റ്ന എന്നാ ഇവർ പറയാം. പട്ന ജംഗ്ഷനിലാണ് കേട്ടോ. പട്ന ജംഗ്ഷൻ ഇതിൻ്റെ റെയിൽവേ സ്റ്റേഷൻ നല്ല മനോഹരമാക്കിയിട്ടുണ്ട്, അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇവിടെ റെയിൽവേ സ്റ്റേഷൻ നേരെ മുന്നിൽ തന്നെ നല്ല അടിപൊളി ടെമ്പിളും കാണാം. ഒരു മഹാവീർ മന്ദിരാണ്, ജൈൻ ടെമ്പിളാണ് തോന്നുന്നു, മഹാവീരൻ്റെ ജൈൻ ടെമ്പിളാണ് തോന്നുന്നു. അതിൻ്റെ ഡിസൈനൊക്കെ നോക്കിയാൽ സൂപ്പർ അല്ലേ. അപ്പോൾ ഇത് പട്ന റെയിൽവേ സ്റ്റേഷൻ നല്ല അടിപൊളിയാണ്. ഇതൊക്കെ ഉണ്ട്, നിങ്ങളുടെ ഡിസൈനൊക്കെ ഓക്കെ സൂപ്പറാക്കിയിട്ടില്ലേ. ഒരു ഇതൊക്കെ വെച്ച് ഫ്രെയിം പോലത്തെ ഇതൊക്കെ വെച്ചിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട്. പട്നയിൽ മുകളിൽ ഫ്ലൈ ഓവറാണോ മെട്രോ ആണോ എന്നറിയില്ല, മെട്രോ ഉണ്ട് തോന്നുന്നു. എനിവേ ബീഹാറിലെ പട്ന അത്യാവശ്യം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാടാണ്. ഇത് കണ്ട നമ്മളെ ഡൽഹി മറ്റേ ഇവിടെ നിസാമുദ്ദീൻ ഇവിടെ നമ്മൾ കണ്ട ആ പൊടി കളയുന്ന സ്പ്രേ പെയിൻറ്റിങ് അല്ലേ, നമ്മൾ സ്പ്രേ പെയിൻറ്റിങ് അല്ല, വാട്ടർ സ്പ്രേ ചെയ്യുന്ന വണ്ടിയാണിത്. വാട്ടർ സ്പ്രേ ചെയ്യുന്ന നല്ലതാണ്, പൊടികളൊക്കെ കുറയും വണ്ടി പോകുന്ന സമയത്ത്. നല്ല അടിപൊളിയാണ്, കേരളത്തിലേക്ക് കൊണ്ടുവരണം. സൂപ്പർ. അപ്പോൾ ഞാൻ ഇന്ന് അവിടെ നിന്ന് നേരെ ഒരു ട്രെയിൻ കയറി ഏകദേശം 100 കിലോമീറ്റർ ഉണ്ട്. ബോധ്ഗയയിൽ വന്നിട്ടുള്ളത്. ഗയയിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. ഗയ എന്ന് പറയുന്നതാണ് മെയിനായിട്ട് ഇവിടുത്തെ ടൂറിസ്റ്റ് സ്പോട്ടാണ്. മെയിനായിട്ട് ബുദ്ധിസ്റ്റ് ടെമ്പിളും മൊണാസ്ട്രിയൊക്കെ ഉള്ള വലിയൊരു ഏരിയ തന്നെയാണിത്. ബോധ്ഗയ, ബുദ്ധമൻ്റെ ബോധ് എന്ന് പറഞ്ഞാൽ ബോധിധർമ്മനല്ല, ബോധ് അല്ലെങ്കിൽ ബുദ്ധ വാക്കിൽ നിന്നൊക്കെ വരുന്നതാണ് ബോധ് ഗയ എന്ന് പറയുന്നത്. സോ ഇവിടെ ഒരുപാട് ടെമ്പിളുണ്ട്. അത് ആ ദൂരെ കാണുന്നതാണ് മെയിൻ ടെമ്പിൾ. എനിക്ക് അവിടെ കയറാൻ പറ്റില്ല, കാരണം അവിടെ എന്താ പറയുക, ക്യാമറ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഒരുപാട് ടെമ്പിൾ കാണാം. തായ് ടെമ്പിൾ, ജാപ്പനീസ് ടെമ്പിൾ, കർമാപ്പ ടെമ്പിൾ, ബുദ്ധ സ്റ്റാച്യു, ഇങ്ങനെ ഒരുപാട് കാണാം ബീഹാർ ടൂറിസത്തിൻ്റെ. സോ നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ ഒരു മഴ കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ. മഴ പെയ്തിട്ടുണ്ടായിരുന്നു, നല്ല മഴയായിരുന്നു. ഞാൻ വിചാരിച്ച് നമ്മളെ ഇന്നത്തെ ട്രിപ്പ് മുടങ്ങിയെന്നാണ് വിചാരിച്ചേ. സോ ആകെ ബോറടിച്ചിരിക്കുമ്പോൾ മഴ പോയി. ഇവിടുത്തെ കച്ചവടക്കാരൊക്കെ ഉണ്ടാവും, മൂടിയിട്ടുണ്ടോ മഴ ആയതുകൊണ്ട് അവരുടെ ഷീറ്റൊക്കെ ഇട്ട് അവരുടെ ഇതൊക്കെ മൂടിയിട്ടുള്ളത്. ഇതാണ് നമ്മൾ ആദ്യം പോകുന്ന ടെമ്പിളാണ്. ഇതൊരു ടെമ്പിളാണ്, ഇത് ചൈനീസ് ടെമ്പിളാണെന്ന് തോന്നുന്നു. പല ടെമ്പിളുകളാണ്. ബുദ്ധിസ്റ്റ് ചൈനീസ് ടെമ്പിൾ, ബുദ്ധിസ്റ്റ് തായ് ടെമ്പിൾ ഉണ്ട്, ജാപ്പനീസ് ടെമ്പിൾ ഉണ്ട്, അങ്ങനെ പല കംബോഡിയൻ ടെമ്പിൾ ഉണ്ട്. ഏകദേശം ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കാണാൻ പറ്റും. ഇത് കണ്ട പഴയ ആ ഒരു സിംഹത്തിൻ്റെയോ ഏതിൻ്റെ മൃഗത്തിൻ്റെ ആണെന്നല്ല, അങ്ങനത്തെ ഏതോ മൃഗം തന്നെ, അങ്ങനത്തെ ഒരു ടെമ്പിളാണിത്. സോ ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിളിലേക്ക് നമ്മൾ പോവുകയാണിത്. നമ്മൾ വരുന്ന വഴിക്ക് വേറെയും ബുദ്ധിസ്റ്റ് ടെമ്പിളിലേക്ക് നമ്മൾ പോയിട്ടുണ്ട്. ഏകദേശം അതേപോലെ തന്നെയാണ്. റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് വലിയൊരു എന്താ പറയുക, ഒരു സ്തൂപം കാണാം, ഗോൾഡ് സ്തൂപം കണ്ട, വലിയ സ്തൂപം. വാവ്, ഇത് മ്യാൻമറിൽ അതേ സ്തൂപമാണ് ഇത് ഇവിടെയും കാണുന്നത്. എനിക്കൊന്ന് മ്യാൻമറിൽ ഇത് വലുതാണെന്ന് തോന്നുന്നു കേട്ടോ. അതിൻ്റെ ചുറ്റിലും റൗണ്ടായിട്ട് ഒരു ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ട്. മ്യാൻമറിൽ മണ്ടേലയില്ല, മ്യാൻമറിൻ്റെ തലസ്ഥാനമല്ല, മണ്ടേല എന്നുള്ള സ്ഥലമാണ്. അവിടെ ആയിട്ട് ഞാൻ യൂട്യൂബിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇതേപോലുള്ള ഒരു വലിയ ഗോൾഡൻ എന്താ പറയുക സ്തൂപ. സോ അത് ഇവിടെയും കാണാൻ പറ്റും. അതിൻ്റെ അടുത്തേക്ക് നമുക്ക് പോവാം, പ്രശ്നമില്ല. ഇത് ടെമ്പിൾ നമുക്കൊന്ന് കാണാം. ടെമ്പിളിൻ്റെ ഡിസൈനൊക്കെ കണ്ട നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. സോ ബീഹാറിൽ മെയിനായിട്ട് നമുക്ക് കാണാനൊന്ന് ബീഹാർ ടൗണിൽ പട്നയിലൊന്ന് ഒരു ദിവസം വേണം എക്സ്പ്ലോർ ചെയ്യാം. ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ നിന്നിട്ടില്ല, എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ നിന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇവിടത്തേക്ക് വന്നു. ബോധ്ഗയയിൽ ഒരു ദിവസം എക്സ്പ്ലോർ ചെയ്യാം. ബോധ്ഗയയിൽ ഒരു ദിവസം കാണാനുള്ള കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ. ബോധ്ഗയയിൽ അത്യാവശ്യം കാഴ്ചകളൊക്കെ കാണാം. ബോധ്ഗയ എന്ന് പറയുന്നത് ഏകദേശം ബീഹാറിൻ്റെ പട്നയിൽ നിന്ന് ഏകദേശം ഒരു 100-110 കിലോമീറ്റർ വരേണ്ടതുണ്ട്. ബസ്സുണ്ട്, അല്ലെങ്കിൽ ട്രെയിനിൽ നിങ്ങൾക്ക് വരാം. സോ ഞാൻ അകത്തേക്ക് കയറുകയാണ്. ഇതാണ് ടെമ്പിൾ എന്ന് പറയുന്നത്. ഒരു ടെമ്പിളാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും.
സോ നമ്മളവിടെ നിന്ന് ഇറങ്ങി നമ്മൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ആ സ്തൂപമില്ല, ഗോൾഡൻ സ്തൂപ, അതിൻ്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ. ജസ്റ്റ് അതൊന്നും പെട്ടെന്ന് കണ്ടു കളയാം. അല്ല നമ്മൾ ഫാസ്റ്റാണ്, കാരണം എനിക്ക് ട്രിപ്പ് ഒരുപാട് ആയി. ഇപ്പം 2 മാസം കഴിഞ്ഞല്ലോ, 3-ാമത്തെ മാസമായി. മാത്രമല്ല നല്ല എക്സ്പെൻസ് വന്നിട്ടുണ്ട്, ചിലവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ മാക്സിമം ഞാൻ ചുരുക്കിയ സ്ഥലങ്ങളിൽ കണ്ടിട്ട് ട്രിപ്പ് പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കേണ്ട പരിപാടിയിലാണ് ഉള്ളത്. ഞാൻ വിചാരിച്ച പോലെ അങ്ങനെ ആയിട്ടില്ല, കാരണം ചിലവ് കൂടിപ്പോയി. അപ്പോൾ അത് ടെമ്പിളാണ്. ഇത് സ്തൂപ, വേ ടു സ്തൂപ. അതാ ഇവിടെയാണ് സ്തൂപ നമുക്ക് കാണാൻ പറ്റുന്നത്, ഗോൾഡൻ സ്തൂപയാണ്. സോ അതിൻ്റെ അടുത്തേക്ക് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫോട്ടോ എടുക്കാം. ഞാൻ മുമ്പ് യൂട്യൂബിൽ മ്യാൻമാറിൻ്റെ വീഡിയോസൊക്കെ കണ്ടപ്പോൾ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു വലിയ ഗോൾഡൻ കളറിൽ. രാത്രിയൊക്കെ നല്ല തിളങ്ങി നിൽക്കും. രാത്രി ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല തിളങ്ങി നിൽക്കും. എനിക്കൊന്ന് അത് ഇതിനേക്കാൾ വലിയ സ്തൂപാണെന്ന് തോന്നുന്നു മ്യാൻമാറിലെ. ഇത് കുറവാണ്, ഇത് ചെറുതാണിത്. ഇത് ചെറിയ സ്തൂപാണ്. സോ നമുക്ക് ടെമ്പിളിൻ്റെ അടുത്തേക്കൊന്ന് പോയിട്ട് തിരിച്ചു പോകും. ഓക്കെ, ഇതാണ് ബുദ്ധ ഒരു ടെമ്പിള്. ബംഗ്ലാദേശ് ബുദ്ധിസ്റ്റ് ടെമ്പിളിൽ നമുക്ക് കയറാൻ പറ്റിയില്ല. ഇത് തായ് ബുദ്ധിസ്റ്റ് ടെമ്പിളാണ് കേട്ടോ. ഇവിടെ നല്ല ഫോട്ടോ എടുക്കണമെന്ന് വെച്ചതാ, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്താ പറയുക, ടെമ്പിൾ മുഴുവനായിട്ട് എന്താ പറയുക, വാറ്റ് തായ് ബോധ്ഗയ. ഇത് തായ് ടെമ്പിളാണ്, തായ്ലാൻഡിലെ എന്താ പറയുക ബുദ്ധിസ്റ്റ് ടെമ്പിളാണിത്. ഇത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, നല്ല അടിപൊളി ടെമ്പിളാണ്. ഇവിടുന്ന് ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുക, വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇത് ഫുള്ള് കവർ ചെയ്തിട്ടാണ് ഉള്ളത്. ടെമ്പിളിൻ്റെ പുറത്തൊക്കെ കവർ ചെയ്തിട്ടാണ് ഉള്ളത്. വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 1-2 വർഷം എടുക്കും ഇനി ഈ വർക്കൊക്കെ തീരാൻ. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് അകത്തേക്ക് കയറാം. അകത്തേക്ക് കയറിയിട്ട് അകത്തുള്ള വിശേഷങ്ങളോ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു കളയാം. ഓക്കെ.
ഇത് വാറ്റ് തായ് ടെമ്പിളാണ് കേട്ടോ. വാറ്റ് തായ് അതായത് തായ്ലാൻഡിലെ ടെമ്പിളിൻ്റെ അതേ മോഡലാണ്. തായ്ലാൻഡ് ടെമ്പിളിൻ്റെ അതിൻ്റെ വേറൊരു ടെമ്പിള്. ഇങ്ങനെ ചൈനീസ് ഉണ്ട്, ജാപ്പനീസ് ഉണ്ട്, കംബോഡിയ ഉണ്ട്, ബംഗ്ലാദേശ് നമ്മളിപ്പോൾ കണ്ടു. ബംഗ്ലാദേശിൽ അവിടെ അതിൻ്റെ അകത്ത് കയറാൻ പറ്റിയില്ല. ഇതാണ് ടെമ്പിളിൻ്റെ ഇതൊക്കെ കണ്ടോ, നല്ല ഗോൾഡൻ കളറൊക്കെ വെച്ച്. ബുദ്ധിസ്റ്റ് ടെമ്പിളെല്ലാം ഇങ്ങനെ തന്നെയാണ്, ഫുള്ള് നല്ല ഡെക്കറേറ്റൊക്കെ ചെയ്തിരിക്കും, നല്ല അടിപൊളി ചമയിച്ചിരിക്കും. നമ്മൾ ചമയിക്കൽ എന്നൊക്കെ കേട്ടിട്ട് ചമയം കൊണ്ട് നല്ല അടിപൊളി ആക്കിയതാണ് ബുദ്ധിസ്റ്റ് ടെമ്പിളൊക്കെ ഓൾമോസ്റ്റ് എല്ലാം. സോ ഇതാണ് ബുദ്ധ അവിടെ ബുദ്ധൻ്റെ സ്റ്റാച്ചു നമുക്ക് അവിടെ കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഡൊണേഷൻ ബോക്സ് ഒക്കെ ഉണ്ട്. ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, ഡൊണേഷൻ കൊടുക്കാം. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് നടന്നപ്പോൾ ഒരു ജാപ്പനീസ് ടെമ്പിൾ കാണാം നമുക്ക്. ഇതാണ് ജാപ്പനീസ് ടെമ്പിൾ. ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്, എന്താന്ന് നമുക്കത് പോയി നോക്കാം. എന്താ സംഭവം? ലൈബ്രറിയാണ് തോന്നട്ടാ, ലൈബ്രറിയാണ് ക്ലോസ് ആയിട്ടാണ് ഉള്ളത്. ഇത് ജാപ്പനീസിലെ ലൈബ്രറിയൊക്കെ ആയിരിക്കും, പക്ഷെ ആരും അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടാവില്ല. ഇവിടെ വന്നിട്ട് നല്ല ടേബിളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് തന്നെയാണ് ലൈബ്രറിയുടെ ഒക്കെ അവസ്ഥ. പല ലൈബ്രറിയും ഒരുപാട് പുസ്തകങ്ങളൊക്കെ കൊണ്ടുവരും, പക്ഷെ ആരും വായിക്കാനൊന്നും ആരും ഉണ്ടാവില്ല, പൊടി പിടിച്ച് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഇവിടെയും കണ്ടു. ഓക്കെ, എനിവേ ലൈബ്രറികളൊക്കെ നമ്മുടെ നാട്ടിൽ ആവശ്യമുണ്ട്. പുതിയ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ പറ്റി നമ്മുടെ കുട്ടികൾക്ക്, ഭാവി തലമുറക്ക് പറഞ്ഞു കൊടുക്കണം. സോ ദിസ് ഈസ് ജാപ്പനീസ് ടെമ്പിൾ. ജാപ്പനീസ് ടെമ്പിളും ചൈനീസ് ടെമ്പിളും തായ് ടെമ്പിളും ആ ഒരു വ്യത്യാസം ഉണ്ടാവും. നാടുകൾ മാറുമ്പം ഒരു ചെറിയ പരിണാമം സംഭവിക്കുന്ന പോലെ ഒരു മാറ്റങ്ങൾ വരും. ഇതാണ് ഇവരുടെ ടെമ്പിൾ, ജാപ്പനീസ് ടെമ്പിളിൻ്റെ സ്ട്രക്ചർ ഉണ്ടോ. ഏകദേശം അതിൻ്റെ അറ്റം വളഞ്ഞിട്ടുണ്ടാവില്ല, എല്ലാത്തിൻ്റെയും നമുക്ക് കാണാൻ പറ്റും. തായ്ലാൻഡിലുണ്ട്, അങ്ങനെ തന്നെയാണ്, കാണാൻ പറ്റുന്നതാണ്. സോ ഇത് നമ്മൾ ജാപ്പനീസ് ടെമ്പിൾ നമുക്കൊന്ന് കയറാം. നമ്മൾ വരുന്ന വഴിക്ക് കയറിയിട്ടുണ്ട്, സർനാഥിൽ കയറിയിട്ടുണ്ട്. ഏകദേശം അതേപോലെ തന്നെയാണ്. മുകളിലൊക്കെ നല്ല വുഡൊക്കെ ചെയ്തിട്ടുണ്ട്. ജനലുകളും വാതിലുകളൊക്കെ നമുക്ക് ഇങ്ങനെ എന്താ പറയുക, സ്ലൈഡ് ചെയ്ത് തുറക്കാൻ പറ്റുന്ന രീതിയിലൊക്കെയാണ് ഇവർ ചെയ്തിരിക്കുന്നത്. സോ ചുവർ ചിത്രങ്ങളൊക്കെ കാണാം, ബുദ്ധിസ്റ്റ് ചുവർ ചിത്രങ്ങളും അതുപോലെ എഴുത്തുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. സോ ഇതാണ് ജാപ്പനീസ് ടെമ്പിൾ എന്ന് പറയുന്നത്.
അപ്പം നമ്മൾ അവിടുന്ന് ഇറങ്ങി നമ്മൾ ഭൂട്ടാനീസ് ബുദ്ധിസ്റ്റ് ടെമ്പിൾ എത്തിയിട്ടാ. ഇത് ഭൂട്ടാൻ്റെയാണ്, ഭൂട്ടാൻ ബുദ്ധിസ്റ്റ് ടെമ്പിളാണ്. നമ്മൾ നേരത്തെ പോയത് ജാപ്പനീസ് ബുദ്ധിസ്റ്റ് ടെമ്പിളാണ്. അപ്പോൾ ഇവിടുന്ന് ഭൂട്ടാൻ ബുദ്ധിസ്റ്റ് ടെമ്പിളിലേക്ക് നമ്മളെത്തി. ഏകദേശം അതേപോലെ തന്നെയാണ്, കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. ഇവിടെ ബിൽഡിങ്ങുകളൊക്കെ നല്ല പെയിൻറ്റിങ്, പഴയ രീതിയിലുള്ള അവരുടെ സംസ്കാരം വിളിച്ചു പോകുന്ന പെയിൻറ്റിങ്ങുകളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ചില ഗാർഡനൊക്കെ ഉണ്ട്. സ്തൂപ ഉണ്ടോ, ബുദ്ധിസ്റ്റ് സ്തൂപ. ഇത് ഓൾമോസ്റ്റ് എല്ലാ ബുദ്ധിസ്റ്റ് ടെമ്പിൾ പോലെ നമുക്ക് ആ സ്തൂപ കാണാൻ പറ്റും. സോ നമുക്ക് അങ്ങോട്ട് പോവാം. ഇത് നല്ല രസമുണ്ടല്ലേ, ഭൂട്ടാൻ ബുദ്ധിസ്റ്റ് ടെമ്പിളാണ് കേട്ടോ. നല്ല അടിപൊളി രസമുണ്ട് കാണാനൊക്കെ, നല്ല അടിപൊളി ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവരൊക്കെ. സോ ബീഹാറിൽ ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ബുദ്ധിസ്റ്റ് കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ, ബുദ്ധിസ്റ്റ് ആൾക്കാരുണ്ട്. കേരളത്തിലും വളരെ കുറച്ചാന്ന് മാത്രമേ ഉള്ളൂ. കൊല്ലം ഭാഗത്തൊക്കെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ബുദ്ധക്ഷേത്രം അവിടെ ഉണ്ട്, ജൈനക്ഷേത്രം ഉണ്ട് തോന്നുന്നു, പാലക്കാട് ഭാഗത്തുണ്ട് തോന്നുന്നു. സോ ഞാൻ അതിൻ്റെ അകത്ത് കയറി. അകത്ത് നമുക്ക് കാണാൻ പറ്റും കുറച്ച് എന്താ പറയുക, നല്ല ചുവർ ചിത്രങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടോ. ഓരോ ചിത്രങ്ങളും ഓരോ സ്റ്റോറിയാണ് പറയുന്നത്. ആ ചിത്രങ്ങളൊക്കെ നോക്കി കണക്ട് ചെയ്താൽ നമുക്കൊരു കഥയോ എന്തെങ്കിലുമായിട്ട് കിട്ടും. ഒരു ഐതിഹ്യം എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, ചരിത്രം, ഐതിഹ്യം നമുക്ക് കിട്ടുന്നതാണ്. സോ ഇവിടെ ഡൊണേഷൻ ബോക്സ് ഉണ്ട്, നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. ഇവിടെ എന്താ പറയുക, ചെറിയ ബ്ലോക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ബുദ്ധൻ്റെ വലിയ സ്റ്റാച്ചു ഉണ്ട്, ഗോൾഡൻ കളർ തന്നെയാണ് എല്ലായിടത്തും ഉണ്ടാവുക, ബുദ്ധ സ്റ്റാച്ചു. പിന്നെ റൂഫൊക്കെ നല്ല അടിപൊളിയിൽ ഇവർ ഡിസൈൻ ചെയ്തിട്ടുണ്ടാവും. അതാണ് ബുദ്ധിസ്റ്റ് ടെമ്പിളിൻ്റെ വളരെ ഒരു സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത്, ഒരു വ്യത്യസ്തത എന്ന് പറയുന്നത്. നല്ല ചുവരൊക്കെ നല്ല അടിപൊളി പെയിൻറ്റിങ് ഒക്കെ ചെയ്ത് നല്ല അടിപൊളി രീതിയിൽ ഇവർ ഡിസൈൻ ചെയ്തെടുക്കും. ഒരു ടെമ്പിളിൻ്റെ ഉള്ളിലത്തെ ഭാഗങ്ങളൊക്കെ നമുക്കിവിടെ നോക്കിയാൽ ഇങ്ങനെ കാണാൻ പറ്റും. നല്ല രസമുണ്ടാകും ആക്ച്വലി. അല്ല, വരുന്ന ആൾക്കാർക്കും ഇത് കാണുമ്പം ഒരു പോസിറ്റീവ് എനർജിയോ അവരുടെ ഒരു ഫീലിംഗ് ഇതായിരിക്കും. സോ ഞാനിവിടെ വന്നു. ഒന്നാമത്തെ കാര്യം, ഞാൻ വേർത്തുകൊണ്ടിരിക്കുന്നുണ്ടോ, നല്ല ചൂടുണ്ട് കേട്ടോ ബീഹാറിൽ, വിചാരിച്ച പോലെയല്ല. നമ്മൾ മണാലിയിലൊക്കെ നിൽക്കുമ്പോൾ, ഷിംലയിലൊക്കെ നല്ല തണുപ്പായിരുന്നു. പക്ഷെ ഇവിടെ വരുമ്പോഴില്ലേ ചൂട് എന്ന് പറഞ്ഞാൽ വെയിലത്ത് കുളിച്ചിട്ടാണ് ഉള്ളത് ഞാൻ. നല്ല ചൂടുണ്ട്. ഒന്നാമത് കുറച്ച് മഴ പെയ്തിട്ടുണ്ടായിരുന്നു, എന്നാലും ചൂടുണ്ട്. മഴ പെയ്തതിൻ്റെ ആവിയില്ലേ, താഴത്തെ ആവി മുകളിലോട്ട് കയറുന്നതിൻ്റെ ചൂടാണ് ഭയങ്കരമായിട്ട്. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ചുമർ ചിത്രങ്ങളൊക്കെ കാണാൻ പറ്റുന്നത്. നല്ല മനോഹരമായിട്ടുണ്ടല്ലേ. സോ ഇവിടെ വരാൻ എൻട്രി ഫീ ഒന്നുമില്ല കേട്ടോ, ആർക്കും എളുപ്പം വരാം. ഇവിടെ കുറച്ച് നേരം വേണമെങ്കിൽ നമുക്ക് റെസ്റ്റ്, താഴെ ഇരിക്കാനുള്ള ഒരു റിലാക്സ് ചെയ്യാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. അവിടെ വേണമെങ്കിൽ കുറച്ച് നേരം ഇരിക്കുകയൊക്കെ ചെയ്യാം. ടൂറിസ്റ്റുകളായി വരുന്ന നമുക്ക് കുറച്ച് നേരം അവിടെ ഇരിക്കാം. ഡൊണേഷൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്തെങ്കിലും പൈസ ഡൊണേഷൻ കൊടുക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. സോ നമ്മളവിടെ നിന്ന് പുറത്തിറങ്ങി. ഇവിടെ കുറച്ച് ആൾക്കാർ ഇവിടെ ഇരിക്കുന്നൊക്കെ ഉണ്ട്. ഞാനിതിൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. എനിവേ, നൈസ് പ്ലേസ്.
cameraman.